പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോഷി RJ അസോസിയേറ്റ്സിൽ നിന്നും ഒരിക്കൽ കൂടി. എൻ്റെ ആദ്യത്തെ വീഡിയോ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. നല്ല രീതിയിലുള്ള ലൈക്കും ഷെയറും കമൻസ് എല്ലാം അതിൽ വന്നിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും മറ്റൊരു ചോദ്യവുമായിട്ട് എൻ്റെ മുൻപിലേക്ക് എത്തുകയുണ്ടായി. ഈ ഓൾഡ് ഐറ്റംസ് എങ്ങനെയാണ്, കടയിലിരിക്കുന്ന ഓൾഡ് ഐറ്റംസ് എങ്ങനെയാണ് ആ കച്ചവടക്കാരൻ പുതിയ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്ത് വിറ്റഴിക്കുക എന്നുള്ളതാണ്. ഇത് 2017 CGST ആക്ട് സെക്ഷൻ 171 അനുസരിച്ചും അതിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് ആൻറ്റി പ്രോഫിറ്റേറിയൻ ക്ലോസ് അനുസരിച്ച് വളരെ വ്യക്തമായി പറയുന്നു, ഫ്യൂച്ചറിൽ ഏത് ഒരു പ്രോഡക്റ്റിന് ടാക്സ് റിഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിലും ആ റിഡക്ഷൻ പൂർണ്ണമായ രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് അഥവാ അതിൻ്റെ ഉപഭോക്താവിലേക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഷെയർ ചെയ്യപ്പെടാത്ത പക്ഷം അത് വളരെ കുറ്റകരവും എഗൻസ്റ്റ് ദി ലോയ്ക്ക് എഗൻസ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നതുമാണ്. ഒന്നാമതായി ഇത് പറയുന്നു. രണ്ടാമതായി പറയുന്നു, ഓൾഡ് ഐറ്റംസിൻ്റെ MRP ചേഞ്ച് ചെയ്യാനുള്ള അധികാരം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് മാത്രമാണ്. ആ സാധനത്തിൻ്റെ പ്രൊഡ്യൂസർ അഥവാ അതിൻ്റെ ഉൽപാദകന് അത് റീലേബലിംഗ് ചെയ്യാം. പക്ഷേ ആദ്യത്തെ ലേബലിംഗ് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് മാത്രമായിരിക്കണം ഈ പ്രോഡക്റ്റ് റീലേബൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 22-ന് മുമ്പ് കൂടിയ ടാക്സ് റേറ്റിനുള്ള MRP ഇട്ട പ്രോഡക്റ്റ്, ഒരു ഉദാഹരണം എടുത്താൽ 1200 രൂപ ടോട്ടൽ 22-ന് മുമ്പ് MRP ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റ് 22-ാം തീയതി മുതൽ 1100 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നതെങ്കിൽ 1100-ന് റീലേബൽ ചെയ്യുകയും 1100 രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് ഉപഭോക്താവിലേക്ക് ലഭ്യമാക്കി ചെയ്യേണ്ടതുമാണ് എന്ന് ആ നിയമം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഓൾഡ് MRP റേറ്റിലുള്ള സാധനങ്ങൾ എന്നുവരെയാണ് ഒരു കച്ചവടക്കാരന് ആ കടയിൽ വിൽക്കുവാൻ പറ്റുന്ന എന്നുള്ളതിനെ പറ്റിയും ആക്ടിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 56ാമത് GST കൗൺസിൽ സിറ്റിങ്ങിൻ്റെ ഭാഗമായി പുതിയ ഫേസ് .0 അനുസരിച്ച് പറയുന്നു, ഓൾഡ് MRP രേഖപ്പെടുത്തിയ ഒരു സാധനം ആ കച്ചവടക്കാരന് 2026 മാർച്ച് 31-ാം തീയതി വരെ ആ കടയിൽ ഓൾഡ് MRP അനുസരിച്ചുള്ള സാധനം ന്യൂ MRP റേറ്റിന് കിട്ടുന്ന രീതിയിൽ വിൽക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഈ ഓൾഡ് MRP രേഖപ്പെടുത്തിയ സാധനം 2026 മാർച്ച് 31-ന് ശേഷം ഒരു കാരണവശാലും വിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന് GST ആക്ടിൽ പ്രത്യേകം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് കിട്ടുന്ന ബില്ലുകൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യുക. ഇനി സോഫ്റ്റ്വെയർ യൂസേഴ്സിനോട് പറയുവാനുള്ളത്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ബില്ലിംഗ് സംവിധാനം സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുന്നവർക്ക് 2 റേറ്റ് മാത്രമാണ് ഇനി മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാകുക. 5% 18%. അവരുടെ സോഫ്റ്റ്വെയർ 28%, 12% റേറ്റ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റിൻ്റെ വസ്തുവകകളുടെ GST റേറ്റ് ആ 28%, 12% ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് 5%, 18% മാത്രമായി നിജപ്പെടുത്തുകയും ടാക്സിൻ്റെ റിഡക്ഷൻ സംഭവിച്ച പ്രോഡക്റ്റിൻ്റെ HSN കോഡ് അനുസരിച്ച് അതിനെ 5% കാറ്റഗറിയിലും 18% കാറ്റഗറിയിലും വിന്യസിച്ച് ആ ബില്ലിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന എല്ലാ GST തെറ്റുകുറ്റങ്ങളും മാറ്റി നല്ല രീതിയിലുള്ള GST റിട്ടേൺ ഫയലിങ്ങിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുക. ഉപഭോക്താവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ബില്ലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ബില്ലിങ്ങിലൊന്നും ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ബില്ലിങ്ങിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കടയുടെ ബില്ലിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റീറൈറ്റ് ചെയ്ത് പുതിയ റേറ്റിനുള്ള ബില്ലടിച്ച് സാധനങ്ങൾ വാങ്ങണമെന്നും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം പണലാഭം കൈവരിക്കുന്നതിന് സാധിക്കുമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.